ഇപ്പോൾ മഴയുടെ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് സച്ചിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, സംസ്ഥാനത്തുടനീളം കനത്ത മഴ പെയ്തപ്പോഴും പാലക്കാട് അത്രയൊന്നും മഴയില്ലായിരുന്നു. അവിടെ കുറച്ച് ചൂടുള്ളൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലക്കാട്ടും ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനു, പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് രാവിലെ മുതൽ ഒരു ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ ശക്തമായ മഴ പെയ്തപ്പോൾ പോലും പാലക്കാട് വിവിധ ഭാഗങ്ങളിൽ, അതായത് പാലക്കാടിൻ്റെ മലയോര മേഖലകളിലൊക്കെ മഴ അത്യാവശ്യം പെയ്തിരുന്നു. എന്നാൽ പാലക്കാടിൻ്റെ നഗരപ്രദേശങ്ങളിൽ ഇന്നാണ് ചെറിയ രീതിയിൽ ഒരു ചാറ്റൽ മഴയും രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കൊടും ചൂട് അനുഭവപ്പെട്ട പാലക്കാട് ഇപ്പോൾ ഈ ഒരു ആശ്വാസമായ രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തിട്ടില്ലെങ്കിലും പാലക്കാട് ഉണ്ടായിരുന്നത്. നിലവിൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങളോ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്ത് കാറ്റിലും അതുപോലെ തന്നെ അട്ടപ്പാടി പോലുള്ള മേഖലകളിൽ മരം കടപുഴകി വീണതും തുടർന്നുണ്ടായി ലൈനിലടക്കം വീണതിനെ തുടർന്ന് വൈദ്യുതി തടസ്സം നേരിട്ടതും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പാലക്കാട് ദാരുണമായി ക്വാറികളിലൊക്കെ വെള്ളം നിറഞ്ഞതിനാൽ കഴിഞ്ഞ ദിവസം 2 വിദ്യാർത്ഥികൾ ക്വാറിയിൽ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ കനത്ത ചൂടിനെ അപേക്ഷിച്ച് പാലക്കാടിനൊരു ആശ്വാസമായ രീതിയിലാണ് നിലവിലുള്ള ഒരു സാഹചര്യം. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിലെ ഭാരതപ്പുഴ അടക്കമുള്ള പുഴകളിലും അത്യാവശ്യം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഡാമുകളിലും വലിയ രീതിയിൽ ഉയർന്നിട്ടില്ലെങ്കിലും ചെറിയൊരു മാറ്റമുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. മനു, ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ മലയോര മേഖലകൾ, പ്രത്യേകിച്ചും അട്ടപ്പാടി, നെല്ലിയാമ്പതി മേഖലകളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ പാലക്കാട്. ആ രീതിയിൽ ഇപ്പോൾ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെയൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും ഒക്കെ എടുത്തിട്ടുണ്ടോ? മനു, പാലക്കാട് ജില്ലയിലെ മലയോര മേഖലകളായ അട്ടപ്പാടി, അതുപോലെ തന്നെ നെല്ലിയാമ്പതി, പിന്നെ പറമ്പിക്കുളം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിൽ നമുക്കറിയാം അട്ടപ്പാടി, നെല്ലിയാമ്പതി മേഖലകളിൽ ഉരുൾപൊട്ടൽ അടക്കം വലിയ രീതിയിലുള്ളൊരു ദുരന്തമൊക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ്. അത്തരത്തിൽ ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് RRT സംഘവും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടമൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ളൊരു ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് അതുപോലത്തെ ഒരു സാഹചര്യമൊന്നും പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ സാഹചര്യം രൂക്ഷമാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ആരോഗ്യ വകുപ്പും പകർച്ചവ്യാധികളൊക്കെ പിടിപെടാതിരിക്കാനുള്ള കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനു.